അവൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ അവൻ്റെ തലയിൽ മസാജ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. അവൾ ഓർക്കുകയായിരുന്നു, പണ്ട് മുതൽ അവർ അങ്ങനെയായിരുന്നു. മനസ്സിൽ എന്ത് ദുഃഖം വന്നാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു താങ്ങാകുമായിരുന്നു. ഒരിക്കലും അവരുടെ ഉള്ളിലുള്ള വിഷമം മറ്റാരും അറിയരുതേ എന്നുള്ള ഒരു കുഞ്ഞു സ്വാർത്ഥതയും കൂടിയുണ്ട് അതിനു പിന്നിൽ. ഇച്ഛായ കുറച്ചു നേരം കൂടി പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരുന്നതിന് ശേഷം ശ്രീ പതിയെ അവനെ വിളിച്ചു. എന്തിനാ പഴയ ഓരോ കാര്യങ്ങൾ ഓർത്ത് സങ്കടപ്പെടുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ സങ്കടപ്പെടുന്നത് കണ്ടാൽ അവർക്ക് സഹിക്കോ? അവരെപ്പോഴും നമ്മൾ സന്തോഷത്തോടെ കാണണമെന്നല്ലേ ആഗ്രഹിച്ചിരുന്നത്? അപ്പോൾ അങ്ങനെ വേണ്ടേ മുന്നോട്ട് പോകാൻ? നമ്മുടെ ഉള്ളിലെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശ്രീ പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. അല്ലേലും ഈ ഒരുവൾക്ക് മാത്രമേ അവൻ്റെ ഓരോ ഭാവങ്ങളും ചലനങ്ങളും തിരിച്ചറിയാൻ സാധിക്കൂ. അല്ലേലും ഈ ഒരുവൾ അവൻ്റെ പുണ്യമാണ്. അവൻ്റെ പപ്പയും അമ്മയും അവനായി കാത്തുവെച്ച പുണ്യം. ഉച്ചത്തേക്കേറ്റ സൂര്യപ്രകാശത്തിൻ്റെ വെട്ടത്തിൽ ശ്രീ കണ്ണുകൾ പതിയെ ചിമ്മി തുറന്നു. ഉറക്കക്ഷീണമുള്ളതുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ കിടന്നു. കുറച്ചു നേരം കൂടി അങ്ങനെ കിടന്ന് അവൾ പതിയെ എഴുന്നേറ്റു. അടുത്തൊന്നും ഡെറിയെ കാണാതെ വന്നപ്പോൾ മനസ്സിലായി അവൻ രാവിലെ എഴുന്നേറ്റ് പോയി എന്ന്. ഓരോന്നാലോചിച്ച് പാറു അങ്ങനെ തന്നെ ബെഡിലിരുന്നു. ആ സമയമാണ് വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഡെറി റൂമിലേക്ക് വന്നത്. ഗുഡ് മോർണിംഗ് പാറു. അവളെ കണ്ടതും ഒരു ചിരിയോടെ വിഷ് ചെയ്തുകൊണ്ട് അവളുടെ അടുത്തായി വന്നിരുന്നു. ഗുഡ് മോർണിംഗ് ഇച്ചായ. ഡെറിയെ തിരിച്ച് വിഷ് ചെയ്തുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവനും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് മൂർധാവിലായി ചുംബിച്ചു. എന്താണ് എൻ്റെ കൊച്ചിന് രാവിലെ തന്നെ ഒരു വാട്ടം? രാവിലെ തന്നെ ആകപ്പാടെ ഗ്ലൂമിയായിരിക്കുന്നവളോട് അവൻ കാര്യം തിരക്കി. അവൾ ഒന്നും മിണ്ടാതെ ഒന്നുകൂടെ അവനോട് ചേർന്നിരുന്നു. എന്തു പറ്റി? സാധാ ഇങ്ങനെയല്ലല്ലോ. രാവിലെ ഇങ്ങനെ മടിപിടിച്ചിരിക്കാത്തതാണല്ലോ. എന്താടാ കാര്യം? അറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് മൂഡ് ഓഫ്. ഒന്നിനും ഒരു ഉഷാറില്ലാത്ത പോലെ. എഴുന്നേറ്റൊന്ന് ഫ്രഷ് ആവ്, അപ്പോഴേക്കും ഓക്കെ ആവും. നമ്മൾക്ക് എന്നിട്ടൊന്ന് പുറത്തേക്ക് പോകാം. നാട്ടിലേക്ക് പോകുന്നതിന് മുൻപായി കുറച്ച് സാധനങ്ങളെല്ലാം മേടിക്കാം. ചെല്ല്, എൻ്റെ കൊച്ചു പോയി ഒന്ന് ഫ്രഷ് ആവ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ ഫ്രഷാക്കാനായി പറഞ്ഞു വിട്ട് ഡെറി ഫ്രഷാകാനായിട്ട് ഗസ്റ്റ് റൂമിലേക്ക് പോയി. ഡെറി റെഡിയായി താഴേക്ക് വരുമ്പോൾ സൂര്യ ആരോടോ കാര്യമായി ഫോണിൽ സംസാരിക്കുകയാണ്. മുഖം ഗൗരവത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഡെറിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയ വിഷയമാണ് എന്ന്. അവൻ ഫോൺ കോൾ അവസാനിപ്പിക്കുന്നത് വരെ ഡെറി അവനെ തന്നെ നോക്കി അവിടെ ഇരുന്നു. ഏകദേശം ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാണ് സൂര്യ ഫോൺ കോൾ അവസാനിപ്പിച്ചത്. അപ്പോഴും അവൻ്റെ മുഖം ഗൗരവത്തിൽ തന്നെയായിരുന്നു. അതിൽ നിന്ന് തന്നെ എന്തോ കാര്യമായ പ്രശ്നമാണ് എന്ന് ഡെറിക്ക് മനസ്സിലായി. എന്താ സൂര്യ, എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്? എന്തേലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട്. എന്താടാ? ഡെറി ഒരു സംശയത്തോടെ സൂര്യയോടായി ചോദിച്ചു. എടാ, അത് മുംബൈ തെരുവിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം. അത് ആരുടെയാണ് എന്ന് കണ്ടെത്തി. അത് ആ വിവേകിൻ്റെയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവൻ മിസ്സിംഗ് ആയിരുന്നല്ലോ. അവൻ്റെ കൂടെയുള്ള ഒറ്റ ഒരെണ്ണത്തിനെയും കുറിച്ച് യാതൊരു വിവരവുമില്ല. അവൻ്റെ കമ്പനിയിൽ ആ റെയ്ഡ് നടന്നതിന് മുൻപായിട്ടാണ് അവൻ മുങ്ങിയത്. അന്വേഷിച്ചിട്ടൊന്നും യാതൊരു വിവരവും കിട്ടിയിരുന്നില്ല. എവിടെയാണ് എന്ന് പോലും ആർക്കും അറിയാതെയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ബോഡി കണ്ടെത്തിയത്. അഴുകിയ അവസ്ഥയിലായിരുന്നു പൂർണ്ണമായിട്ടും. കുറച്ച് മുൻപാണ് ഐഡൻറ്റിഫൈ ചെയ്തത്. ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സൂര്യ പറഞ്ഞതെല്ലാം കേട്ടുവെങ്കിലും ഡെറി അതിന് മറുപടിയൊന്നും പറയാൻ പോയില്ല. അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സൂര്യ ബാക്കി അവനോടായി പറഞ്ഞു. സത്യാണ് കേസ് അന്വേഷിക്കുന്നത്. അവനാണ് വിളിച്ചത്. ആരോ നല്ലതുപോലെ പണിഞ്ഞിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. ആരാണേലും അത് നമ്മളെ ബാധിക്കുന്നതല്ല. അതിൻ്റെ പുറകെ പോകാനും നിൽക്കണ്ട. അത് ആരു ചെയ്തതാണെങ്കിലും വിവേക് ചെയ്തു കൂട്ടിയ ഓരോന്നിനുമുള്ള ശിക്ഷയാണ്. അത്രയും സൂര്യയോടായി പറഞ്ഞുകൊണ്ട് ഡെറി അകത്തേക്ക് പോയി. കൂടുതലൊന്നും പറയാനോ കേൾക്കാനുമില്ല എന്ന പോലെ അവൻ്റെ പോക്കൊന്ന് നോക്കി നിശ്വസിച്ചുകൊണ്ട് സൂര്യ പുറത്തേക്ക് നോക്കിയിരുന്നു. അപ്പോഴും അവൻ്റെ മനസ്സിൽ ആരായിരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിലെന്ന് മാത്രമായിരുന്നു. പിന്നെയും 2-3 ദിവസങ്ങൾ കടന്നുപോയി. വിവേക് എന്ന ആ അധ്യായം അവിടെ കൊണ്ട് കഴിഞ്ഞു.
പേരിനൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി മുംബൈ പോലീസ് ആ കേസ് അങ്ങ് മാറ്റിവെച്ചു. വലിയ പ്രാധാന്യമില്ലാത്ത ഒരു കേസായി അത് മാറുകയും ചെയ്തു. ഡെറിയും സൂര്യയും ഇപ്പോൾ മുഴുവൻ തിരക്കിലാണ്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടതുകൊണ്ട് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട വർക്കെല്ലാം അവർ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ അവർ. ശ്രീയും ദേവും അവർ അവരുടേതായ ലോകത്തെന്ന പോലെയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്തതുകൊണ്ട് രണ്ടുപേരും ഇപ്പോൾ ഫുൾ ഫ്രീ ആണ്. കൂടാതെ കല്യാണ ഷോപ്പിങ്ങിലാണ് രണ്ടുപേരും. വേണ്ടപ്പെട്ടവർ മാത്രമുള്ള വിവാഹ ചടങ്ങാണെങ്കിൽ പോലും അത് മാക്സിമം ഭംഗിയാക്കാനാണ് ഇരുവരുടെയും പ്ലാന്. കൂടാതെ അന്നേ ദിവസം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലേക്കും അയക്കേണ്ട ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് എല്ലാം ശ്രീയും ദേവും ചേർന്നാണ്. അങ്ങനെ പതിവ് പോലെ ഒരു വൈകുന്നേരം പുറത്തെ ഗാർഡനിലിരുന്ന് കോഫി കുടിക്കുകയായിരുന്നു ദേവും ശ്രീയും. ആ സമയമാണ് ഡെറിയുടെ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. ഒത്തിരി ദിവസം കൂടി ഇരുവരും ആ സമയത്ത് കണ്ടതും രണ്ടുപേരുടെയും മിഴികൾ വിടർന്നു. ഡെറിയും സൂര്യയും അവരെ കണ്ടതും ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. ഇന്നെന്താ ഇച്ചായ നേരത്തെ? വർക്കെല്ലാം കഴിയാറായോ? അതൊക്കെ കഴിയാറായി കൊച്ചേ. ഇനി വലിയ കാര്യമായ പരിപാടിയൊന്നുമില്ല. ഉണ്ടേലും അതൊക്കെ ഓൺലൈനായിട്ട് നോക്കാവുന്നതേയുള്ളൂ. പിന്നെ നമ്മൾ നാട്ടിൽ സെറ്റിലാവാൻ തീരുമാനിച്ചതുകൊണ്ട് ഹെഡ് ഓഫീസ് നമ്മൾ നാട്ടിലേക്ക് ഷിഫ്റ്റ് ആക്കിയില്ലേ, അപ്പോൾ ഇനി മെയിൻ വർക്കെല്ലാം അവിടെയാണ്. നമ്മൾ ഏകദേശം എന്നത്തേക്കാണ് നാട്ടിലേക്ക് പോകുന്നത്? ഡെറി പറഞ്ഞു നിർത്തിയതും ദേവു ഒരു സംശയത്തോടെ ഡെറിയോടായി ചോദിച്ചു. വിത്തിൻ 2 വീക്സിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് പോയിരിക്കും. തറവാട്ടിലേക്ക് പോകുന്നതിന് മുൻപായി നമ്മൾ നേരെ പോകുന്നത് ദേവുവിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ നിന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം അവിടെ നിന്നിട്ടേ നമ്മൾ തറവാട്ടിലേക്കുള്ളൂ. തറവാട്ടിലുള്ളവർക്ക് അറിയുവോ നമ്മൾ നാട്ടിലേക്ക് വരുന്ന കാര്യം? ഇല്ല, വല്യമ്മച്ചിയോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നത്തേക്ക് വരുമെന്നൊന്നും അവിടെയുള്ള ആർക്കും അറിയില്ല. അല്ലേലും അവിടെ വല്യമ്മച്ചി ഒഴിച്ച് ബാക്കിയുള്ളവർ നമ്മളെയെല്ലാം കാണുമ്പോഴുള്ള പ്രതികരണം അത് എങ്ങനെയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇച്ചായ, നാട്ടിലുള്ള നമ്മുടെ കമ്പനി അത് എന്ത് ചെയ്യാനാണ് പ്ലാന്? ഇപ്പോഴും അവിടെ അധികാരത്തിലിരിക്കുന്നത് ഇച്ചായൻ്റെ ബന്ധുക്കളാണ്. അതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനമെടുക്കണ്ടേ? അതൊന്നും ഓർത്ത് എൻ്റെ കുഞ്ഞ് ടെൻഷൻ ആവണ്ട. അതെല്ലാം ഇച്ചായ നോക്കിക്കോളാം. പിന്നെ അവിടെ ഇരിക്കുന്നവരെ വെറും കൈയോടെ അങ്ങനെ ഇറക്കി വിടും? അവർ നാണം കെട്ട് വേണം അവിടെ നിന്ന് പോകാൻ. അതിനുള്ള എല്ലാ പണിയും നമ്മൾ നാട്ടിലെത്തുമ്പോൾ ഞാൻ ചെയ്തിരിക്കും. അത് തന്നെ, ഇത്രയും നാളെല്ലാം അവരുടെ കൈപ്പിടിയിലാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നവർക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു പണി തന്നെ കൊടുക്കണ്ടേ? ചെയ്തു കൂട്ടിയ ഓരോന്നിനുമുള്ള തിരിച്ചടി അവിടെ നിന്ന് ആയിക്കോട്ടെ. സൂര്യ പറഞ്ഞതും ഡെറിയും അത് അനുകൂലിച്ചു. അപ്പോഴും അവൻ്റെ മനസ്സ് മുഴുവൻ കുഞ്ഞുനാളിൽ അവർ തന്നോട് കാണിച്ച ഓരോന്നുമായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ആരുമില്ലാത്തവനാക്കിയത്, തന്നെ അനാഥനാക്കിയത്, അതും സ്വത്തിനു വേണ്ടി. തൻ്റെ വേണ്ടപ്പെട്ടവരെയെല്ലാം തനിക്ക് നഷ്ടമാകാൻ കാരണക്കാർ, അവരോട് എങ്ങനെ തനിക്ക് ക്ഷമിക്കാനാവും? ഒരിക്കലും തനിക്ക് അതിന് കഴിയില്ല. ഓരോന്നോർത്തുകൊണ്ട് ഡെറി അങ്ങനെ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവർ ഓരോ വിശേഷം പറഞ്ഞിരിക്കുമ്പോഴും ഡെറിയുടെ മനസ്സ് ഭൂതകാലത്തിലായിരുന്നു. അവൻ അനുഭവിച്ച ഓരോന്നും അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഒരുവൾ അവൻ്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. അവനെ സ്വന്തമാക്കാനായിട്ട്. വർഷങ്ങളായിട്ടുള്ള അവനെന്ന ആ ഭ്രാന്തിനെ സ്വന്തമാക്കാൻ അവൾ കാത്തിരിക്കുകയാണ് അവൻ്റെ തിരിച്ചുവരവിനായി.